ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകെ നാണം കെട്ട് തൻ്റെ കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞു പാളീസായി ശ്രുതി മീരയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ശ്രുതിയെ കണ്ടതും മീര അന്തം വിട്ടു. എന്തു പറ്റി ശ്രുതി? നിന്നെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതല്ലേ? പിന്നെ എന്താ നീ തിരിച്ചു വന്നത്? എന്തെങ്കിലും ഒന്ന് വായ തുറന്നു പറ എന്ന് മീര പറയുമ്പോൾ ശ്രുതി സങ്കടത്തോടെ, അവർ എന്നെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോയതേ വീട്ടിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് എന്ന്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന് എന്ന് മീര ചോദിക്കുമ്പോൾ, ഡോക്ടറെ കണ്ട് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്യിക്കാൻ. ഞാൻ ഒരു വിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നതാണ്. സുധി ഒരുവിധം ഇണങ്ങി വന്നതായിരുന്നു. ആന്റിയാണ് സമ്മതിക്കാത്തത്. സച്ചിയായിരിക്കും ഇതിനെല്ലാം കാരണം. അവൻ അല്ലെങ്കിലേ എന്നെ സംശയമാണ്. ആന്റിയോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് സച്ചിയാണ് എന്ന് പറയുമ്പോൾ മീര പറയുന്നു, ആ ഒരു കള്ളത്തരം അവർ ഒരു വിധം മറന്ന് നിന്നെ തിരിച്ചു വിളിക്കാൻ വന്നതല്ലേ. ഇനി അവർ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് സുധിക്ക് ഇപ്പോൾ ദേഷ്യം കൂടിയിട്ടുണ്ടാവും എന്നും പറയുന്നുണ്ട്. ശ്രുതി, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് വേറെ പുതിയ ഉഡായിപ്പ് ആലോചിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ വീട്ടിലാണെങ്കിൽ സുധി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അനുജന്മാരോട് പറയുന്നത്, ഞാൻ അവളെ എല്ലാം മറന്ന് സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതാ. എൻ്റെ കുഞ്ഞിനെ താലോലിക്കുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടതാ. അതെല്ലാം അവൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ സച്ചി പറയുന്നത്, ഇനി അമ്മ അവളെ ഇവിടെ കയറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ സുധിയും പറയുന്നു, എനിക്കും ദേഷ്യമുണ്ട്, അവളോട് പൊറുക്കാൻ സാധിക്കില്ല എന്ന്. രേവതിയാണെങ്കിൽ പൂ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ആന്റണി കരുതിക്കൂട്ടി രേവതിയുടെ സ്കൂട്ടിയിൽ കൈവച്ച് നിൽക്കുന്നു. രേവതി വന്ന് എൻ്റെ വണ്ടിയിൽ നിന്ന് കൈമാറ്റ് എന്ന് പറയുമ്പോൾ, മാറ്റിയില്ലെങ്കിൽ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ദേഷ്യം വന്ന് ആന്റണിയുടെ കരണത്ത് ചുട്ട ഒരടി കൊടുക്കുന്നു. ആന്റണിയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. രേവതി വണ്ടിയെടുത്ത് നടന്ന സംഭവങ്ങൾ മുഴുവൻ സച്ചിയോട് പറയുന്നു. സച്ചി ഇത് കേട്ട് പേടിക്കുന്നുണ്ട്. കാരണം ആന്റണി ഇനി വെറുതെ ഇരിക്കില്ല. രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സച്ചിക്ക് അത് സഹിക്കാനും പറ്റില്ല. കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.